ഒരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ആളാ സത്യനാഥൻ മാഷ്. സ്കൂളിലൊരു IT ലാബ് തുടങ്ങുമ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധമുള്ള ഒരാളായില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഇല്ലാത്തത് ആ സത്യനാഥൻ മാഷിന്റെ പ്രധാന പ്രശ്നം. ക്ലാസ് ടൈം കഴിഞ്ഞു പോയി കമ്പ്യൂട്ടർ പഠിക്കട്ടെ, തേക്കിൻ കാർഡിലെ സഭയും ചീട്ടുകളി അവസാനിക്കുമല്ലോ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ രാജേന്ദ്ര? ഈ പ്രായത്തിൽ പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ മാഷ് അതിന് സമ്മതിക്കുവോ? അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, HM ഒന്ന് നിർബന്ധിച്ചാൽ മതി. ആള് ഇവിടെ തന്നെ ഉണ്ട്. മാഷ് വരും. മാഷേ ഒരു കൈയെടുത്തേ. സത്യനാഥൻ മാഷേ ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒരു കാര്യം സംസാരിക്കാൻ. ഈ നേരത്താ നല്ല കഥയെ. ഞാൻ പ്രിൻസിപ്പാളിനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് എഴുന്നേറ്റ് വരും. എന്റെ രാജേന്ദ്ര മാഷെ ഓണേഴ്സ് വിളിച്ചിട്ടിരിക്കുക. ഈ നേരത്തെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണം പിടിക്കാൻ പറ്റില്ല. ഒന്ന് പോയോ മാഷേ, ഇത് നിങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഞാൻ പാടില്ലാട്ടാ. ഞാൻ സത്യനാഥ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിക്കണം. പറ്റുമെങ്കിൽ എന്റെ കൂടെ ഒന്ന് വരൂ പ്ലീസ്. മാഷെ പോലെ ഞാൻ പോവാ. ഇനി പൂരപ്പറമ്പിലെ ചീട്ടുകളിക്കാരുടെ കൂടെ ഇരുന്നു വെച്ച് HM സ്റ്റാറ്റസ് കളയണ്ട. എന്താ കാര്യം ഞാൻ കാലത്ത് പറഞ്ഞു തന്നെ. മാഷ് സീരിയസാ. എനിക്കിതിലൊന്നും താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പോവാ രാജേന്ദ്ര. നിക്ക് പറയട്ടെ, ഇത്രയും കാലമായിട്ട് ഞാനിതൊന്നും പരിചയിച്ചിട്ടില്ല. ഇനി ഈ കാലത്ത് ഇത് പഠിക്കാൻ എനിക്കൊട്ട് താല്പര്യമില്ല. പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പ്യൂട്ടർ ലാബിന്റെ ഇൻചാർജ് ആ കമ്പ്യൂട്ടർ ടീച്ചറെ ഏൽപ്പിച്ചാൽ പോരെ. എന്റെ പെടലേക്ക് വെക്കുന്ന എന്തിനാണ്? കാഷ്വൽ സ്റ്റാഫിനെ ഇത്തരം റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏൽപ്പിക്കാൻ പറ്റില്ല സത്യനാഥ. അഡീഷണൽ ആയി എന്ത് ചാർജ് പറഞ്ഞാലും താൻ എപ്പോഴും ഒഴിഞ്ഞു മാറിയ പതിവ്. ഇത്തവണ അത് പറ്റില്ല. അറ്റ് എനി കോസ്റ്റ് നിങ്ങളിത് ചെയ്തേ പറ്റൂ. അതെ, ഒന്നും കണ്ടില്ലേ, അവിടെ വിദ്യാർത്ഥി കോർണർ കണ്ടിട്ടുണ്ടാ? മഹാത്മാഗാന്ധി അടക്കം പല മഹാന്മാരിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ള സ്ഥല. എന്നിട്ട് ഞാൻ കുലുങ്ങിയിട്ടില്ല. പിന്നെയാണ് മാഷ് വണ്ടി വിട്ടേ. പോ. എനിക്ക് എന്നാ മുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. മാഷേ പോലെ വെറുതെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, ശരിയാവുന്ന കേസല്ലേ. എനിക്ക് സമാധാനം. ഈ മോളില് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ നേരാ? ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. എന്റെ മാഷെ, കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നോ പ്രോബ്ലം. ഈ ടൗണിലെ ഏറ്റവും നല്ല കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എന്റെ കസിനാ. ഞാൻ ഇന്ന് തന്നെ മാഷെ അവിടെ കൊണ്ടുപോകുന്നു, ക്ലാസ് കൊടുക്കുന്നു. കമ്പ്യൂട്ടർ പഠിക്കാനാ? ഞാനോ? നല്ല കാര്യമായി വിട്ടെ. ഒരു കുഴപ്പമില്ല. ഇനി ഒഴിഞ്ഞു വരാൻ പറ്റില്ല. പ്രിൻസിപ്പൾ ചാർജ് എഴുതി സർക്കുലർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാം. സമ്മതിച്ചു. കമ്പ്യൂട്ടർ പഠിത്തം നാളെ തൊട്ട്. ഇന്നത്തെ ഈ കളി വിട്ടിട്ട് വരാൻ പറ്റില്ല. വന്നു. അപ്പൊ നാളെ കാണാം. വരാന്ന് സമ്മതിച്ചല്ലോ, ഭാഗ്യം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ജില്ലനല്ലേ? ഉണ്ടല്ലോ, അകത്ത് മീറ്റിംഗിലാണ്. അതെ, പൂരപ്പറമ്പിൽ നിരത്ത് കുത്തിയിരുന്ന് ചീട്ട് കളിച്ച അത് വലിയ നാണക്കേട്. ഇത്രയും വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ AC ക്യാബിനകത്തിരുന്ന് കളിച്ച അത് അന്തസ്സാ. ഇത് ചുമ്മാ രസത്തിന്, അല്ലാതെ തന്നെ പോലെ ഡെയിലി ഏർപ്പാടൊന്നുമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. മനസ്സിലായി. സി മച്ചു, ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വന്ന പുതിയ സ്റ്റുഡന്റാ സത്യനാഥൻ മാഷ്. ഇത് ജില്ലൻ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവന്റെ അച്ഛന്റെ വകയാ. ഇതുപോലെ 10-12 എണ്ണം ഉണ്ട് കേരളം മുഴുവൻ. മൂപ്പരിപ്പൊ പുറത്താ. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം. തന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ. സോറി, ഇത് അമൽ. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. ഇപ്പൊ ഓസ്ട്രേലിയയിൽ MBAക്കായി സ്കോളർഷിപ്പിന് വെയിറ്റ് ചെയ്യുന്നു. സിനിമ ട്രയൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമയും തെറി പറയാണ് പ്രധാന ഹോബി. ഇത് അൻവർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഒരുപാട് കമ്പനിന്ന് ഓഫീസ് വന്നതാ. എല്ലാം വേണ്ടാന്ന് വെച്ചു ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ വെറുതെ സമയം കളയുന്നു. അല്ല മാഷെ, മാഷ് ഈ ഭാസ്കരൻ മാഷിന്റെ പാട്ടുകളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അങ്കിള് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ, നമുക്കൊരു ദിവസം ഒന്ന് കൂടണ്ടേ? കൂടൊന്നും വേണ്ട. എന്റെ അങ്കിളെ ചുമ്മാ മൂടക്കം പറയല്ലേ. മാഷ് എങ്ങനെ ഈ കാര്യത്തിലൊക്കെ? കഴിക്കണ്ട, സാരമില്ല. പക്ഷെ മാഷിന്റെ പാട്ട് ഞങ്ങൾക്ക് കേട്ടിരിക്കാലോ. എല്ലാരും പറയാ മാഷിനെ ഞങ്ങൾ ഈ കാര്യത്തിൽ ന്യൂ ജനറേഷൻ ആക്കിയിരിക്കും. ആ കൈ ഇങ്ങോട്ട് തന്നെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കാം. എന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി തന്നില്ലേ. അപ്പൊ നമുക്ക് നാളെ. ശരി മാഷ്. ഇത് നോക്കിയേ, ഇത് നന്നായിട്ടുണ്ട്. പ്രിയ വന്നാ പിന്നെ ഇവള് പുറകിന്ന് മാറില്ല അല്ലേ? ഹേയ്, ഞാനല്ലേ ഇവളുടെ പുറകിന്ന് മാറാത്തെ. അത് ശരി. നേഹ വരച്ച ചിത്രങ്ങളൊക്കെ ഞാൻ നോക്കുമായിരുന്നു. എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. നമുക്ക് ഇവളുടെ ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്താലോ? ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. നമുക്ക് ആലോചിക്കാം. ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. നിങ്ങൾ നോക്കിക്കോ, ഇവള് വലിയൊരു ചിത്രകാരിയാവും.
നാളെ ഡോക്ടറും സീനത്തും അറിയപ്പെടുക ഇവളുടെ പേരൻസ് എന്ന നിലയിലാവും. ആ ഓ ഡോക്ടറെ എന്റെ മോൻ താന്നെഴുതി. ആഹാ വാ വാ ഗ്രേറ്റ് മിട്ടുക്കൻ. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. വാ ഒന്ന് എഴുതിക്കേ. ദാ ആ ഇവിടെ എഴുതിക്കോ. മിട്ടുക്കൻ. ആ ദാ അങ്കിളിന്റെ വക ഒരു സമ്മാനം. ഇനി 1 മുതൽ 10 വരെ നിർത്താതെ എണ്ണാൻ പഠിക്കണം കേട്ടോ. ശരി ഡോക്ടർ. ആ അമ്മയുടെ സന്തോഷം കണ്ടു പ്രിയ. മോൻ ഒരക്ഷരം എഴുതിയപ്പോൾ തന്നെ ആ മനസ്സ് നിറഞ്ഞത് കണ്ടു. ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നത്. എന്നാ നേഹ ഒരു നോർമൽ കുട്ടിയായിരുന്നെങ്കിൽ ഞങ്ങളൊരു പക്ഷേ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുമായിരുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിന് ഇത്രയും സന്തോഷം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ദാ ഫോൺ. ഹലോ. അയ്യോ, അപ്പൊ രാത്രി വരാൻ വൈകൂ? ആ ശരി ശരി, ഓക്കെ. ആരാ മാഷ? ആ സ്കൂളിൽ എന്താ സയൻസ് എക്സിബിഷന്റെ പ്രിപ്പറേഷൻ ഉണ്ടത്രേ. ലേറ്റ് ആവുമെന്ന് പറയാൻ വിളിച്ചതാ. എങ്ങനെയുണ്ട് മാഷിപ്പോ? അതല്ലേ അത്ഭുതം. ആള് ക്ലീൻ ആയിപ്പോയി. ശരിക്കും മര്യാദരാമൻ. റിയലി? സത്യം പറഞ്ഞ ഡിവോഴ്സിനെ പറ്റി വരെ ഞാൻ ചിന്തിച്ചതാ. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്നും ഇങ്ങനെ ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? ഇറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ്. ഓ എന്റെ അമ്മോ, ഈ കമ്പ്യൂട്ടറിന് എന്റെ ജീവിതത്തിൽ ഒരു സ്പേസ് ഉണ്ടാവും ഇന്നേ വരെ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ അതിനൊരു മാറ്റം വന്നില്ലേ? ആ ഡിസിഷൻ ഒഴിക്കും മാഷെ ഒരെണ്ണം. വേണ്ട മാഷേ, മതി. ഒന്ന് ചുമ്മാരിടോ. ഭാര്യ അറിയാതെ ഒരു 3-4 കടിച്ച് പിടിച്ചു നിൽക്കാനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇനി കഴിക്കില്ലെന്ന് വാക്ക് കൊടുത്തിട്ടുള്ളോ? ലോകത്തിന്നേ വരെ ഒരു ഭർത്താവ് ഭാര്യയോട് വാക്ക് പാലിച്ചിട്ടുണ്ടോ എന്റെ രാജേന്ദ്ര മാഷേ? എന്ന് പറയാടുന്നു. അത് തൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്നെന്തായാലും 4 മണിക്ക് മുമ്പ് എത്താമെന്ന് പറഞ്ഞിട്ടുള്ളതാ. എടജില തേക്കുംകാടിലെയും ബാറിലെയും മാഷിന്റെ പൊറുതി അവസാനിപ്പിക്കാനാണ് നിന്റെ അടുത്ത് ഉണ്ടാക്കിയത്. നീയായിട്ടത് കുളവാക്കരുതേ. നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞേച്ചേക്കണം. പോട്ടെ മാഷേ. ഓക്കേ മാസ്റ്റർ, എന്റെ വീടിന് ചുമരുകളില്ല, എന്റെ മനസ്സിനു മതിലുകളില്ല, എന്റെ വയലിനു വേലികളില്ല, എന്റെ കണക്കിന് അളവുകളില്ല. ഇല്ല. ഡാ, ഒന്ന് നിർത്തിയിട്ട് പാടന്ന. അതെന്താ നീ ഡയലോഗ് പറഞ്ഞപ്പോ ഒരു ശബ്ദം? ന്യൂ ജനറേഷനാ? ഓ, എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള വർക്കായിരിക്കും. ഡു ഇറ്റ് ഫസ്റ്റ്. അർജന്റ് ഏതെങ്കിലും സിനിമയിൽ തെറിവിളിച്ച് എഴുതി കൂട്ടായിരിക്കും. എക്സാക്ട്ലി മാൻ. ആ ലാൽ ജോസിന്റെ പുതിയ പടത്തിനിട്ടൊരു പണി കൊടുത്തതാ. ഒരു 4 പേജ് പൊളിച്ചടക്കി കൈ കൊടുത്തു. ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുത്തപ്പോഴേ 250 ഷെയറും 900 ലൈക്കും. എന്തായാലും ആദ്യ ദിവസം ഉണ്ടായ നല്ല ഒപ്പീനിയൻ ഒന്നും മാറിക്കിട്ടും. ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതിയ ആളുകൾ വിശ്വസിക്കുമോ? പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നവന്മാർക്ക് ഭയങ്കര ബുദ്ധിയും വിവരമാണെന്നാണ് ഇതൊക്കെ വായിക്കുന്ന ചില കിഴങ്ങന്മാരുടെ വിചാരം. അവന്മാർ ഇത് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്തും സ്വയം ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കും. അത്ര തന്നെ. അത് വിട്. തലയിൽ ആൾതാമസമുള്ള ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ എഴുതാറുണ്ട്. അല്ല, ഈ ലാൽ ജോസിന്റെ പടം ഉഗ്രനായിട്ടെന്നാണല്ലോ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞത്. പടം എനിക്കും ഇഷ്ടമായി മാഷേ. പിന്നെന്താ വെറുതെ ഒരു ചൊറിച്ചില്. അത് മാറ്റാൻ ഇതല്ലേ ഏറ്റവും നല്ല വഴി. അഗ്രീഡ്. പക്ഷേ നിന്നെ പോലെ പെണ്ണുങ്ങളെ വളയ്ക്കാനല്ല ഞാൻ FB ഉപയോഗിക്കുന്നത്. FB? ഓ ഫേസ്ബുക്ക്. ഈ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവം അല്ലേ? പിന്നെ എന്റെ മാഷെ, ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കും അതുപോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ വലിയ ക്യാമ്പയിൻ നടക്കാറുണ്ട്. ഒരു വലിയ സമരത്തിന്റെ എഫക്റ്റ് അതുകൊണ്ടുണ്ടാവും. സർക്കാരിന് മാറുന്ന പോളിസി ആണെങ്കിലും അഴിമതിക്കെതിരാണെങ്കിലും എന്തിന് നല്ലൊരു സിനിമ പ്രചരിപ്പിക്കാൻ വരെ അത് ഉപയോഗിക്കാം. ആണോ? പക്ഷെ ഇവിടെ ഒരുത്തൻ ചെളിവാരി എറിയാനും വേറൊരുത്തൻ പെണ്ണുങ്ങളെ വളയ്ക്കാനും വേണ്ടി മെനക്കെടുന്നു മാത്രമേ ഉള്ളൂ. ഹലോ, ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. നിന്നെ പോലെ ബുദ്ധിജീവി ആവണ്ട എനിക്ക്. സന്തോഷം. ടു ബി ഫ്രാങ്ക് വിത്ത് യു മാസ്റ്റർ, ഞാനൊരു സ്മോൾ കോഴിയാണ്. പക്ഷെ ആരും പറ്റിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഈ ചില ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. അങ്ങനെ അവരുടെ വീക്ക് ഏരിയ കണ്ടുപിടിച്ച് നമ്മൾ ഇങ്ങനെ പതുക്കെ പിടിച്ച് കയറി കയറിയും ചിലത് ചൂണ്ടേ കുരുങ്ങും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ലോ മാഷേ പണി. അങ്ങനെ എത്രയോ നാളത്തെ ചാറ്റിങ്ങും മെസ്സേജിങ്ങും ഈ ഒരു സ്വീപിക്കലുണ്ടല്ലോ. അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോയി വല്ലതും നടന്നാലേ അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു കലയാ മാഷേ. ഞാൻ ഒരു സത്യം പറയട്ടെ.
ഒരു മാഷായതുകൊണ്ട് എനിക്കിത് വേറെ ആരോടും തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണേ. ഹാ, പറ മാഷേ. ശ്ശോ. എനിക്കിപ്പം നിങ്ങളോടൊക്കെ അസൂയ തോന്നുക മക്കളെ. ഒരു 10-20 കൊല്ലം കൂടി കഴിഞ്ഞ് നിങ്ങളുടെ കാലത്ത് ജനിച്ചാൽ മതിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ മതി, അപ്പൊ തന്നെ മൂത്രപ്പരയുടെ പുറകിൽ പച്ചല വെച്ച് എഴുതി വെക്കും സത്യനാഥൻ പ്ലസ് മറ്റേവൻ പ്ലസ് മറ്റേത്, എന്നിട്ട് ഇങ്ങനെ ഒരു ചിഹ്നവും അതിനകത്ത് കൂടെ ആരോയും. അവർ ജനറേഷൻ ഈസ് ലോസ്റ്റ്. സത്യം പറ മാഷേ, മാഷിനിപ്പോ അങ്ങനെ ഒരു മോഹമുണ്ടോ? എങ്ങനെ? ഐ മീൻ ആൻ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്. അതായത് ഈ മലയാളത്തിൽ പറഞ്ഞ ഈ സ്ത്രീ വിഷയത്തില് ഉള്ളൊരു വഷളത്തരം. 40 വയസ്സ് കഴിഞ്ഞ് ഏത് മലയാളിക്കട ഇതിലൊക്കെ താല്പര്യമില്ലാത്തത്? പിന്നെ ഞങ്ങളും മാഷന്മാർക്ക് ഇത് ഇത്തിരി കൂടും. പക്ഷെ നിവൃത്തിയില്ലല്ലോ, കട്ടിച്ച് പിടിച്ച് ജീവിക്കല്ലേ, മാതൃകാ പുരുഷന്മാരായിട്ട് പണ്ടാറടങ്ങാൻ. പഠിച്ചിരുന്ന കാലത്ത് ഇതൊന്നും നടന്നിട്ടില്ലേ? എവിടെ? കേരളവർമ്മ കോളേജ് ചേർന്നതും ചെന്ന് പെട്ടത് SFI ഗ്രൂപ്പില്. പിന്നെ സദാചാരം സംരക്ഷിക്കാതെ പറ്റുമോ? കോണിയുടെ ചുവട്ടിലും ക്യാൻറ്റീന്റെ മറവിലും ആരൊക്കെ അനാശാസ്യം നടത്തുന്നു തപ്പി നടക്കായിരുന്നു അന്നത്തെ പ്രധാന പണി. അത് നിങ്ങളോട് പഠിച്ചിറങ്ങിയ ആൾക്കാർ ഇപ്പോഴും അതൊക്കെ തന്നെ ചെയ്യുന്നത്. ആണും പെണ്ണും എവിടേക്ക് ഒരുമിച്ച് നടക്കുന്നതിന് തപ്പി നടക്കൽ. എന്റെ മാഷേ, നമ്മളെ പോലെ ഇതൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകളും ഉണ്ട്. പക്ഷെ അവരത് ആരോടും പറയില്ലെന്നുള്ളതാ സത്യം. അവരും നമ്മൾ മാത്രമുള്ള ഒരു ലോകം. ഒരു ഈച്ച കുഞ്ഞു പോലും അറിയില്ല എന്നുള്ള വിശ്വാസം. എന്നാ മാഷിന് സത്യം അറിയോ? കഴിഞ്ഞ 2 വർഷമായി 6 പെണ്ണുങ്ങളെ കണ്ടാ പറയില്ല. നമ്മൾ അവരെ പ്രേമിക്കാന്നുള്ളൊരു തോന്നല് വരുത്തിയാൽ മതി. അത് മാഷിന്റെ മിടുക്ക്. മാഷ് ഒരു കാര്യം ചെയ്യ്, നാളെ ക്ലാസ്സിൽ വരുമ്പോ ഞാൻ മാഷിന് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി തരും. വേണ്ടായേ, നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞും കരഞ്ഞും തീർത്തോളാം. അല്ല അപ്പൊ ന്യൂ ജനറേഷൻസ് ഗുഡ് ബൈ. പക്ഷേ വൺ ഫോർ ദ റോഡ്. നോ താങ്ക്സ്. ജില, നീ ബെറ്റിനുണ്ടോ? അധികം വൈകാതെ തന്നെ സത്യനാഥ മാഷ് FB-യിൽ ഒരു അക്കൗണ്ട് തുടങ്ങും.